ജനൌഷധിയെക്കുറിച്ച് കൂടുതൽ ഇനി പറയുക എന്ന് പറയുന്നത് ഈ വേദിയിൽ അധിക പ്രസംഗമായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എത്രമാത്രം സ്വാധീനമാണ് ഓരോരുത്തർക്കും ഓരോ മേഖലയിലുള്ളവർക്കും ജനൌഷധിയെക്കുറിച്ച് രണ്ടു വാക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് ജൻ ഔഷധി എന്ന് പറയുന്ന ഈ മഹാസംരംഭത്തിന് ഓരോ മേഖലയിലും സ്വാധീനമുണ്ടായി എന്ന് നമുക്ക് ബോധ്യമാകുന്നു. ഡോക്ടർ സി സുരേഷേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു, അദ്ദേഹം ഒരു ആരോഗ്യ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ദീർഘമായ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നു. മരുന്നുകളെക്കുറിച്ച്, മരുന്നുകളുടെ ഗുണനിലവാരങ്ങളെക്കുറിച്ച്, ജനറിക് മരുന്നുകളുടെ സാധ്യതകളെക്കുറിച്ച്, അതിലുണ്ടായിരുന്ന അപജയങ്ങളെക്കുറിച്ച്, അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എഫർട്ടുകളെക്കുറിച്ചെല്ലാം കൃത്യമായി അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അധ്യക്ഷൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണപ്രദമായി മാറുന്ന ഒന്നായി ജനൌഷധികൾ മാറും എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവും കൃത്യമായി സൂചിപ്പിച്ചു. താൻ കൃത്യമായ ഒരു മരുന്ന് വാങ്ങിക്കുന്നയാളാണ് എന്ന നിലയിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട ജയൻചേട്ടൻ അതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഇത്ര രൂപയുടെ മരുന്ന് വാങ്ങിക്കുന്നു, അതിൻ്റെ ശതമാനത്തെക്കുറിച്ചൊക്കെ ബോധ്യമായി. അതോടൊപ്പം തന്നെ രാജേഷ് സാറും അതിൻ്റെ ഗൗരവം ചോർന്നു പോകാത്ത രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. അങ്ങനെ ജനൌഷധിയെക്കുറിച്ചുള്ള എല്ലാ മേഖലകളെക്കുറിച്ചും ഈ വേദിയിലിരിക്കുന്ന വ്യത്യസ്ത മേഖലയിലുള്ളവർക്ക് പറയാനുണ്ടായി എന്നുള്ളത് മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മുന്നോട്ട് വെച്ച ഈ മഹത്തായ ആദർശത്തിൻ്റെ, ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി എന്ന് മാത്രം സൂചിപ്പിക്കുക എന്നുള്ളതിനപ്പുറം മറ്റൊന്നും കൂടുതൽ പറയണ്ട എന്ന് ആഗ്രഹിക്കുകയാണ്. എന്നാലും വിട്ടുപോയൊരു കാര്യം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾ എങ്ങനെയാണ് ഓരോ കുടുംബങ്ങളിലും കാരുണ്യത്തിൻ്റെ സ്പർശമായി തൊട്ടു തലോടലായി മുന്നോട്ട് പോയി എന്നുള്ളതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കിയാൽ ആ പദ്ധതി കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ആ ഉറപ്പുവരുത്തിയതിനു ശേഷം അത് ജനങ്ങൾക്ക് ഗുണാത്മകമായി മാറുന്നു എന്ന് ഒരു അനലൈസ് നടത്തുകയും ചെയ്യുന്ന ഒരു സമീപനം പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. സംരംഭകരെ തയ്യാറെടുപ്പുകളോട് മുന്നോട്ട് വരുമ്പോൾ സംരംഭകന്റെ ഉള്ളിൽ സാമൂഹികമായ ഒരു പ്രതിബദ്ധത കൂടി ഉണ്ടാകണമെന്നുള്ള ഒരു പ്രസക്തി കൂടി ഈ ജനൌഷധി കേന്ദ്രങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾ ഓരോ ആളുകളും തുടങ്ങുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി ആരംഭിക്കുന്ന സമയത്ത് അതിനൊരു കാരുണ്യത്തിന്റെ ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്നു എന്നുള്ളതിനപ്പുറം ആ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്ന ഒന്നായി മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾ മെഡിക്കൽ സ്റ്റോറുകളുടെ പൊതുവായ സാഹചര്യത്തിൽ നിന്ന്, ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അങ്ങനെ ജനൌഷധികൾ സമൂഹത്തിൽ സ്വീകാര്യമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആളുകളുടെ സംശയങ്ങളെല്ലാം മാറി ജനൌഷധികൾ വാങ്ങി ജീവിതത്തിന്റെ സാമ്പത്തിക മരുന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ കേവലം അസുഖത്തിനുണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല, മരുന്നിനായി മാറ്റിവെക്കേണ്ടി വരുന്ന തുക മറ്റൊന്നിനും മാറ്റിവെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിനായി, അതുപോലെ തന്നെ ആരോഗ്യ മറ്റു മേഖലകൾക്കായി നമുക്ക് ഒഴിവ് കഴിവുകൾ പറയാൻ പറ്റുമ്പോൾ മരുന്നിനായി ഒഴിവ് കഴിവുകൾ പറയാൻ സാധ്യമല്ല. ഒഴിവ് കഴിവുകൾ പറയാതെ മരുന്നിനായി വലിയൊരു തുക മാറ്റിവെച്ചിരുന്ന കുടുംബങ്ങളിൽ നിന്നും ആ തുക ഭദ്രമായി മാറുന്നു എന്ന് പറഞ്ഞാൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനായി, മറ്റു യാത്രാ സൗകര്യങ്ങൾക്കായി, വീട്ടിൽ മറ്റു പോഷക ഗുണങ്ങളുള്ള ആഹാരങ്ങൾ വാങ്ങുന്നതിനായി ഒക്കെ അത്തരം പണം ഉപയോഗിക്കുന്നു എന്ന് കൂടിയാണ്. അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലയും സ്പർശിക്കുന്ന ഒന്നായി ജനൌഷധി മേഖലകൾ മാറി എന്നുള്ളതാണ് ജനൌഷധി മേഖലകളുടെ പ്രത്യേകത. അങ്ങനെ ഭാരതീയ ജൻ ഔഷധി കേന്ദ്ര പത്താങ്കല്ലിൽ ആരംഭിച്ചിരിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങൾക്ക്, എല്ലാ നാട്ടിലും ജനങ്ങൾക്ക് കിട്ടുന്നത് പോലുള്ള ഗുണകരമായ മരുന്നുകളെല്ലാം കിട്ടും എന്ന് ഉറപ്പുവരുത്തിയിരിക്കുന്നു. ഇത് ഫലപ്രദമായി എല്ലാവരും ഉപയോഗപ്പെടുത്തി നമ്മുടെ നാടിൻ്റെ ശോഭനമായ ഭാവിക്ക് കരുത്തു പകരുന്നവരായി മാറാൻ ഒരു പുതുതലമുറ കടന്നു വരുമ്പോൾ അവർക്കും പ്രചോദനമാകുന്ന ഇത്തരം പദ്ധതികൾ ഈ നാട്ടിലുണ്ട് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കട്ടെ. അങ്ങനെ സാധിക്കുന്ന പദ്ധതികൾ നാടിലെമ്പാടും വളർന്നു വരട്ടെ. അങ്ങനെ വളർന്നു വരുന്ന പദ്ധതികളിൽ ഒന്നായി പത്താങ്കല്ലിൽ ഇത് ആരംഭിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്ര. ഈ ജൻ ഔഷധി കേന്ദ്രയ്ക്ക് ജഗദീശ്വരന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ. നാട്ടിലെ ജനങ്ങൾക്ക് ഗുണപ്രദമായി ഉപകാരപ്രദമായി മാറും. അങ്ങനെ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വന്ദനം.